രാവിലെ തന്നെ എങ്ങോട്ടാണാവോ പോയേ? ഞാൻ വിചാരിച്ച് ഇവിടെ ഇരുന്ന് ടി വി കാണണ്ടാവുന്ന്. പക്ഷെ ഇവിടെ ഒന്നും കാണാനില്ല. പിന്നെ അവരെങ്ങോട്ടാ പോയേ? സാധാരണ ഷിൻചാൻ എന്നെ ഉറക്കത്തിന്ന് എണീപ്പിക്കാറുണ്ട്. ഇന്ന് അവൻ എന്നെ എണീപ്പിച്ചില്ല. അതുകൊണ്ട് ഇപ്പൊ സമയം 12 മണിയായി. ഇന്ന് 12 മണിയായിട്ടാ എണീറ്റേ. ഈ ഷിൻചാനും പിൻചാനും ചിലപ്പോ വണ്ടി എടുത്ത് എങ്ങോട്ടെങ്കിലും പോയിണ്ടാവും. കാരണം അവന്മാർക്ക് വണ്ടി ഓടിക്കാനൊക്കെ അറിയാം. ഏയ് വണ്ടി ദേ ഇവിടെ ഇരിക്കണ്ടല്ലോ. ആ വണ്ടി എങ്ങനെ എടുക്കാനാ? താക്കോൽ എന്റെ കയ്യിലാ. ഇത് ഞാൻ ലോക്ക് ചെയ്ത് വെച്ചേക്ക. പിന്നെ അവരെങ്ങോട്ടാ പോയേ? ഒരു മിനിറ്റ്, എനിക്കിവിടെ കുറെ നേരമായിട്ട് ഗിറ്റാറിന്റെ സൗണ്ട് കേൾക്കാണ്ട്. എടാ ചോപ്പേ, അവന്മാരെവിടെയാ? ഷിൻചാനും പിൻചാനും അവരിത് എവിടെ നിക്കണ്ടല്ലോ. എവിടെ? അയ് ശരി, ഇവിടെ നിക്കണ്ടായിരുന്ന. അല്ല, നിങ്ങൾ എന്നിട്ട് കാണിക്കണേ? ഷിൻചാൻ അവിടെ ഗിറ്റാർ വായിക്കുന്നുണ്ട്. ഓ, ഷിൻചാനല്ല, പിൻചാനാണ് ഗിറ്റാർ വായിക്കണ്. ഷിൻചാൻ അവിടെ ഡാൻസ് കളിക്കുക. ഏകാന്ധ്ര ചന്ദ്രികേ തേടുന്നതെന്തിനോ, കുളിരിനോ കൂട്ടിനോ, എന്റെ കരളിലെ പാട്ടിനോ. ഇവരുടെ ഒരു ഏകാന്ധ്ര ചന്ദ്രിക. അയ്യോ, ഞാൻ ദേ വെള്ളത്തിൽ വീണുല്ലോ. എന്തുട്ടാ ഫ്രാങ്ക്ലിനെണ്ണ കാണിക്കണേ? മര്യാദക്ക് പാട്ട് പാടാനും സമ്മതിക്കില്ലേ? ആ ഈ ഫ്രാങ്ക്ലിന് എന്തിന്റെ കേടാ? ആ പിള്ളേര് മര്യാദക്ക് പാട്ട് പാടായിരുന്നു, അത് പോയിട്ട് കൊളാക്കി. അണ്ണൻ നമ്മളെ വെള്ളത്തിൽ വീഴ്ത്താൻ നോക്കിയതാ, ഇപ്പത് സ്വയം വെള്ളത്തിൽ വീണേക്കണ്. ആ, ഈ അണ്ണന്റെ ഒരു കാര്യം. എന്നാ പിന്നെ നീ അങ്ങ് വെള്ളത്തിൽ പോ, ഒന്ന് കുളിക്ക്. നീയും കൂടി ചെല്ല്. രണ്ടെണ്ണത്തിന് കുളിക്കണ ശീലല്ലേ? അല്ല, ഈ പിൻചാൻ എവിടെയാ? അവന് നീന്താൻ അറിയില്ലേ? എടാ പിൻചാനെ ചതിക്കല്ലേ? ഫ്രാങ്ക്ലിനെണ്ണ എന്തുട്ടാ പണി കാണിച്ചേ? ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇവന് നീന്താൻ അറിയില്ലേ? ആ, ദേവൻ പുറത്തേക്ക് വന്നൂലോ. ഇവന് നീന്താനൊക്കെ അറിയാം. വെറുതെ മനുഷ്യനെ പേടിപ്പിച്ചോളോ. ഒരു മിനിറ്റ്, മൈക്കിള് എന്നെ വിളിക്കണ്ടല്ലോ. എന്താണാവോ കാര്യം? ഹലോ മൈക്കിളെ, എന്താ വിളിച്ചേ? എടാ ഫ്രാങ്ക്ലിനെ, നീ എത്രയും പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് വാ. എന്ത് പറ്റി മൈക്കിളെ? എന്തെങ്കിലും പ്രശ്നമുണ്ടാ? ഏയ് ഇവിടെ പ്രശ്നമൊന്നുമില്ല. പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം വിളിച്ചാ മതിയേ. പിന്നെ കാര്യം എന്താന്ന് പറ. നീ എന്തിനാ എത്ര പാനിക്കാവണേ? ഏയ് ഒന്നുമില്ല, നിനക്കൊരു സാധനം കാണിച്ചു തരാനാ. അതുകൊണ്ടാ വീട്ടിലേക്ക് വരാൻ പറഞ്ഞേ. അല്ല, അതെന്തൊരു സാധന? നീ എന്റെ വീട്ടിലേക്ക് വാടാ. കണ്ടു കഴിഞ്ഞ് നീ എന്തായാലും ഞെട്ടിപ്പൂ, അത് ഉറപ്പാ. വേഗം വായോ. ഹലോ മൈക്കിളെ, എടാ. ഈ പൊട്ടൻ ഫോൺ കട്ട് ചെയ്ത. എന്ത് പറ്റി ഫ്രാങ്ക്ലിനെണ്ണ? എന്തെങ്കിലും പ്രശ്നമുണ്ടാ? ഏയ് പ്രശ്നമൊന്നുമില്ല. മൈക്കിളിന്റെ കയ്യിൽ ഒരു സാധനം ഉണ്ട്. അതെന്താന്ന് എനിക്കറിയില്ല. അത് കണ്ടു കഴിഞ്ഞ് നമ്മളെല്ലാവരും ഞെട്ടിപ്പോന്നാ പറഞ്ഞ്. അതുകൊണ്ട് മൈക്കിള് നമ്മളിപ്പോ വീട്ടിലേക്ക് വിളിപ്പിച്ചേക്ക. ആ, അതിനിപ്പോ എന്താ, നമുക്ക് ഇപ്പൊ തന്നെ മൈക്കിളിന്റെ വീട്ടിലേക്ക് പോവാം. അല്ല, ഈ മൈക്കിളാരാ? മൈക്കിള് അണ്ണന്റെ ഒരു കൂട്ടുകാരനാ. അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം വന്ന് വണ്ടിയിൽ കയറ്. നമുക്ക് എത്രയും പെട്ടെന്ന് മൈക്കിളിന്റെ വീട്ടിലേക്ക് പോവാം. ഫ്രണ്ട് സീറ്റ് എനിക്കാണ്, മാറിപ്പോടന്ന്. അല്ല, ഇതെന്തത്? ഫ്രണ്ട് സീറ്റിന് വേണ്ടിയിട്ട് അടി ഉണ്ടാക്കണ്? ആ, നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും അങ്ങനെയാ. ഇതിപ്പോ BMW ആയതുകൊണ്ടാ. ഞാനിപ്പോ വല്ല ബെൻസാ, ബെന്റലിയാ, റോൾസ് റോയ്സാ അങ്ങനത്തെ ഏതെങ്കിലും വണ്ടി കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾ പിന്നെ ബാക്ക് സീറ്റ് കിട്ടാനും അടി ഉണ്ടാക്കുക. അണ്ണ, ഈ വണ്ടിക്ക് സൺറൂഫ് ഇല്ലേ? ഏയ്, ഈ വണ്ടിക്ക് സൺറൂഫ് ഒന്നുമില്ല. അല്ല, എന്തിനപ്പോ സൺറൂഫ്? ഒരു ഉപകാരമില്ലാത്ത സാധന സൺറൂഫ്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോ നേരെ നോക്കിയിട്ടാ വണ്ടി ഓടിക്കുക, അല്ലാണ്ട് സൺറൂഫ് നോക്കിയിട്ടല്ല. ഓക്കെ ഗൈസ്, ഇവിടെ ഞാനും ഷിൻചാനും പിൻചാനും മൈക്കിളിന്റെ വീട്ടിലേക്ക് എത്തിയേക്കാണ്. ഒരു മിനിറ്റ്, അതെന്താ ഞാൻ ഈ കണ്ടേ? എടാ ഷിൻചാനെ, പിൻചാനെ, നിങ്ങൾ എന്തെങ്കിലും കണ്ടാ? ആ, കണ്ടു കണ്ടു, നമ്മളെല്ലാം കണ്ടു. ടൊയോട്ട സുപ്ര MK4 പൗൾ വാക്കർ എഡിഷൻ. ആടാ, ഇത് സുപ്ര MK4ആ. അല്ല, നിങ്ങൾ എന്താ അവിടെ നിക്കണേ? ഇങ്ങോട്ട് പോരെ. ആടാ മൈക്കിളെ, നമ്മളിതേ വരുന്നു. വണ്ടി കണ്ടപ്പോ നമ്മള് ഷോക്കായി. അല്ല, നിനക്ക് എവിടെ ഈ വണ്ടി കിട്ടിയേ? ഇത് പൗൾ വാക്കറിന്റെ ടൊയോട്ട സുപ്രയാണല്ലോ. ഇതൊരു റെയർ വണ്ടിയാ. ആടാ, ഇതൊരു റെയർ വണ്ടിയാണ്. പക്ഷെ ഇത് പൗൾ വാക്കറിന്റെ ഒറിജിനൽ സുപ്ര അല്ല. ഇത് വേറെ ഏതൊരു സുപ്രയാ. അത് പൗൾ വാക്കറിന്റെ സുപ്ര പോലെ മോഡിഫൈ ചെയ്തു, അത്രേ ഉള്ളൂ. എന്തുട്ടായാലും സംഭവം അടിപൊളിയുണ്ട്. അല്ല, നിനക്ക് എവിടെ ഈ വണ്ടി കിട്ടിയേ? ഈ വണ്ടി ഞാൻ മേടിച്ചിട്ടൊന്നുമില്ല. നാളെ നമ്മുടെ ലോസ് ആൻഡോസ് സിറ്റിയില് ഒരു മോഡിഫൈഡ് കാർസിന്റെ ഇവന്റ് നടക്കുന്നുണ്ട്. അവിടെ സുപ്ര മാത്രല്ല, വേറെ കുറെ വണ്ടികളൊക്കെ ഉണ്ട്. ഇത് പിന്നെ ഞാൻ ടെസ്റ്റ് ഡ്രൈവിന് ചോദിച്ചതാ. പിന്നെ നിനക്കും കൂടിയും കാണിച്ചു തരാന്ന് വിചാരിച്ചു. അല്ല, ഇതാരാ? ഒരാള് ഷിൻചാനാണ്, മറ്റേ ആള് ആരാ? അവന്റെ പേര് പിൻചാൻ. ഇവര് ഇരട്ടകളാ. ഇന്നലെ ലോസ് ആൻഡോസിലേക്ക് വന്നോളൂ. മൈക്കിളെ, അതെ, ഞാൻ ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ആക്കുന്നുണ്ട്.
സൗണ്ട് ഒന്ന് കേൾക്കാനാ. ഓ, ഈ വണ്ടിയുടെ സൗണ്ട് ഒരു രക്ഷയില്ല കേട്ടാ. കിടിലൻ സൗണ്ട്. എക്സോസ്റ്റ് ഒക്കെ നോക്ക്, പടക്കം പൊട്ടണ പോലെ. മൈക്കിളെ, അതെ, ഞാൻ ഈ വണ്ടി ഒന്ന് ഓടിച്ചോക്കട്ടെ. ഈ ലോസ് ആൻഡോസ് സിറ്റിയിൽ ഒന്ന് കറങ്ങിയിട്ട് വരാം. വണ്ടി എനിക്ക് ഇഷ്ടായി. ആടാ, അതിനിപ്പോ എന്താ, പോയിട്ട് വായോ. ഫ്രാങ്ക്ലിൻ അണ്ണാ, നമ്മളും കൂടിയും വരട്ടെ. ആടാ വായോ. പക്ഷെ ഈ വണ്ടിയിൽ 2 സീറ്റുള്ളോ? ആ, ബാക്കിലും സീറ്റ് ഉണ്ട്. ബാക്കിലത്തെ സീറ്റ് അത്ര കാര്യമില്ല, ഇരിക്കാൻ വല്ല സുഖം ഉണ്ടാവില്ല. ഇതിൽ 2 ആൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ആരാ വരാ? ഞാൻ വരാം ഫ്രാങ്ക്ലിൻ അണ്ണാ, നമുക്ക് പോവാം. വേണ്ട, ഞാൻ പൊക്കോളാം. നീ എനിക്ക് നേരത്തെ ഫ്രണ്ട് സീറ്റ് തന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പോയിട്ട് നീ പോയാ മതി. ഞാൻ ആദ്യം പോവും, എന്നിട്ട് നീ പോയാ മതി. നീ ഏതാടാ? അത് ചോദിക്കാൻ നീ ആരടാ? ഇറങ്ങണ വണ്ടീന്ന്. ഒരു കാര്യം ചെയ്, 2 ആളും കയറണ്ട. ആദ്യം ഞാൻ പോയിട്ട് വരട്ടെ, എന്നിട്ട് ബാക്കി കാര്യം നോക്കാം. അണ്ണൻ പോയി വരുമ്പോ ഞാൻ ആദ്യം വണ്ടിയിൽ കയറുംട്ടാ. ഞാനാണ് ആദ്യം വണ്ടിയിൽ കയറണേ, നീ പോടാ അവിടെ നിന്ന്. ഓ, ഇവന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴും ഓരോ നിസ്സാര കാര്യത്തിന് അടിയുണ്ടാക്കും. ആ, 2 ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുപോയിരുന്നു. ഈ വണ്ടിയിൽ ബാക്ക് സീറ്റ് ഉണ്ട്, പക്ഷെ അധികം സ്പേസ് ഇല്ല. ഈ ഷിൻചാനായാലും പിൻചാനായാലും അത്യാവശ്യം മണ്ണുള്ള ആൾക്കാരാ. അതുകൊണ്ട് ബാക്കിലിരിക്കുമ്പോൾ വലിയ സുഖം ഉണ്ടാവില്ല. ഇതിൻ്റെ ഇന്റീരിയർ കണ്ടില്ലേ, ഒരു രക്ഷയില്ല, അടിപൊളിയുണ്ട്. എനിക്ക് ഇഷ്ടമായി വണ്ടി. മൈക്കിൾ പിന്നെ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പൗൾ വാക്കറിന്റെ ഒറിജിനൽ സുപ്ര അല്ല, ഇത് വേറെ ഏതൊരു സുപ്ര MK4 മോഡിഫൈ ചെയ്തതാ. എന്തുട്ടായാലും സംഭവം അടിപൊളിയുണ്ട്, ഒരു രക്ഷയില്ല. എനിക്ക് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് ഒന്ന് നോക്കണം എന്നുണ്ട്. വണ്ടിക്ക് അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ട് കേട്ടാ. അത് മാത്രല്ല, ഈ വണ്ടിയിൽ മിക്കവാറും ബൂസ്റ്റർ ഉണ്ടാവും. അതിന്റെ സ്പീഡും കൂടി ടെസ്റ്റ് ചെയ്യണം. നമുക്കന്നൊരു കാര്യം ചെയ്യാം, നേരെ എയർപോർട്ടിലേക്ക് പോവാം. എയർപോർട്ടിലാണ് നമുക്ക് ടോപ്പ് സ്പീഡൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ എയർപോർട്ടിലേക്ക് എത്തിയേക്കാണ്. എടാ, ഗേറ്റ് തുറക്കടാ. ഇവിടെ ആരും ഗേറ്റ് തുറന്നു തരില്ല, നമ്മൾ തന്നെ സ്വയം തുറക്കേണ്ടി വരും. വണ്ടിയുമേ പിന്നെ സ്ക്രാച്ച് ഒന്നും വീണിട്ടില്ല, എന്തെങ്കിലും ആവട്ടെ. ഈ ഗേറ്റ് പിന്നെ തന്നെത്താൻ തുറക്കും. ഓക്കെ, ഇവിടെ ഇപ്പോൾ എയർപോർട്ടിൽ ഒരു പ്ലെയിൻ പോലും കാണാനില്ല. അപ്പോൾ ഇതാണ് പറ്റിയ സമയം ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാനായിട്ട്. ഇതിൽ പിന്നെ ബൂസ്റ്ററും കൂടി ഉണ്ട്, അതിൻ്റെ പവറും കൂടി ചെക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് ഈ അറ്റത്തുനിന്ന് അങ്ങ് തുടങ്ങാം. 3, 2, 1, ലെറ്റ്സ് ഗോ. ഓക്കെ, വണ്ടി ഇപ്പം തന്നെ 100 കടന്നുട്ടാ. അത്യാവശ്യം പിക്കപ്പ് ഒക്കെ ഉണ്ട് വണ്ടിക്ക്. ഇതിപ്പോൾ 200 കടക്കാറായി. 150 കടന്നു, 190 കടന്നു. കുഴപ്പമില്ല, വണ്ടിയുടെ എഞ്ചിനുമേ വലിയ മോഡിഫിക്കേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, വണ്ടിക്ക് നല്ല പവറൊക്കെ ഉണ്ട്. നമുക്ക് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഗോ. ഓ, ഈ സ്ഥലം ഇച്ചിരി പെശകാണ്, വണ്ടിയുടെ അടി തട്ടാൻ ചാൻസ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. ഇപ്പം തന്നെ 100 കടന്നു, 150, 60, 70. എനിക്ക് തോന്നണത് 200 വരെ പോവുള്ളൂന്ന്. ഓ, ബാക്കിൽ ഒരു പ്ലെയിന് ലാൻഡ് ചെയ്യുന്നുണ്ട്. ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് ഒരു 210 തോന്നുന്നുണ്ട്, അത്രയ്ക്ക് പോവുള്ളൂ. ഇതിൻ്റെ എൻജിനൊക്കെ മോഡിഫൈ ചെയ്ത ഒരു 400 വരെ പോവും, ബൂസ്റ്റർ ഇല്ലാണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബൂസ്റ്റർ ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ബൂസ്റ്റർ ഇട്ടപ്പോൾ എന്ത് സ്പീഡിലാണ് പോയേ? 530 എത്ര പോയിട്ടുണ്ട് വണ്ടി. ഞാൻ ശരിക്കും ശ്രദ്ധിച്ചില്ല. ഞാൻ അപ്പോഴേക്കും ഇവിടെ ബ്രേക്ക് പിടിച്ചു, അല്ലെങ്കിൽ മുമ്പിൽ പോയിട്ട് ഇടിക്കും. നേരത്തെ സ്പീഡ് എത്രയാണെന്ന് ശ്രദ്ധിച്ചില്ല. നമുക്കൊന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഗോ. 538, അതാണ് ടോപ്പ് സ്പീഡ്. ഒരു മിനിറ്റ്, നിക്ക്. ഇതൊന്നാ വണ്ടി നിൽക്കാത്ത. ഷേ, നൈസായിട്ട് പണിപ്പാളി. ഞാൻ ബ്രേക്കിൻ്റെ പകരം ആക്സിലേറ്റർ കൊടുത്തു. വണ്ടിയുടെ പൈപ്പ് ഇളകിയല്ലോ. ഫ്രണ്ടിലത്തെ ബമ്പറൊക്കെ മൊത്തം പോയി. ഫ്രണ്ടിലത്തെ ബമ്പർ പോയി, ബോണറ്റ് പോയി, ഗ്ലാസ്സൊക്കെ മൊത്തം പൊളിഞ്ഞു. ഇനിയിപ്പോൾ എന്തൊരു ചെയ്യുക? പണി പാളിയല്ലോ. മൈക്കിളിനോട് ഞാൻ ഇനി എന്തുട്ടാ പറയുക? മൈക്കിൾ ഒന്നാമത്തേന് ഇത് ടെസ്റ്റ് ഡ്രൈവിനാണ് എടുത്തത്. മൈക്കിൾ ഇത് സ്വന്തമായിട്ട് മേടിച്ചിട്ടില്ല. ഇപ്പോഴാണ് ശരിക്കും പണി കിട്ടിയത്. ആ ഫ്രണ്ടിലത്തെ ബമ്പറാണെങ്കിൽ അവിടെ എടുക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാന്നാ, നമുക്ക് എത്രയും പെട്ടെന്ന് പോയിട്ട് ഈ വണ്ടി റിപ്പയർ ചെയ്യാം. ഈ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ ലോസ് ആൻഡോസ് കസ്റ്റംസ് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പെട്ടെന്ന് റിപ്പയർ ചെയ്ത് കിട്ടും. ഇതെന്തത്, വണ്ടി സ്പീഡിലും പോണില്ല. ഇതിൻ്റെ എൻജിനും കംപ്ലൈൻ്റ് ആയി തോന്നുന്നുണ്ട്. ഇനി ഇതിൻ്റെ എൻജിനും കൂടി റിപ്പയർ ചെയ്യണം.
എന്തുട്ടായാലും റിപ്പയർ ചെയ്ത് വരുമ്പോൾ നല്ല എമൗണ്ട് ആവും. ആ പൈസ എൻ്റെ കയ്യിലുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പൈസയുടെ കാര്യം ആലോചിച്ച് ടെൻഷനില്ല. ഈ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്ത് കിട്ടിയാൽ മതി. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ എന്താ ലോസ് ആൻഡോസ് കസ്റ്റംസിലേക്ക് എത്തിയേക്കാണ്. എന്തെങ്കിലും ആവട്ടെ, ഇവിടെ വരെ വരാനായിട്ട് കുറേ ടൈം എടുത്തു. ഹലോ ചേട്ടാ, നൈസായിട്ടൊന്ന് പണിപ്പാളി. വണ്ടി മൊത്തം ഡാമേജ് ആയി, ഒന്ന് പെട്ടെന്ന് റിപ്പയർ ചെയ്യാൻ പറ്റുമോ? ഹലോ സാറേ, ഇത് ഏതാ വണ്ടി? ഇത് ടൊയോട്ട സുപ്ര MK4 ആണല്ലോ. ഇത് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഏയ് അതെന്തത് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത? ഈ വണ്ടി റിപ്പയർ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഇതിന്റെ പാർട്സ് ഒന്നും ഇല്ല. പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു 2 ആഴ്ച പിടിക്കും. 2 ആഴ്ചയാ? അത്രയും ദിവസം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ എന്തുടെ ചെയ്യുക? ഈ വണ്ടി ഇങ്ങനെ റിപ്പയർ ചെയ്യുക? ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഈ ഒരു കസ്റ്റംസ് മാത്രമല്ല, വേറൊരു കസ്റ്റംസും കൂടി ഉണ്ട്. അത് ലോസ് ആൻഡോസ് സിറ്റി സെൻറ്ററിലാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങോട്ട് പോവാം. അവിടെയെങ്കിലും ഈ വണ്ടിയുടെ പാർട്സ് കിട്ടിയാൽ മതിയായിരുന്നു. ഏയ് കിട്ടാനായിട്ട് ചാൻസ് കുറവാ. കാരണം ഇതൊരു റെയർ വണ്ടിയാണല്ലോ. കുറേ കാലം മുന്നേ ഇതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തിയതാ. അതുകൊണ്ട് പാർട്സ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഒരു മിനിറ്റ്, ഇതിപ്പോൾ എന്താ പറ്റിയേ? വണ്ടിയിൽ നിന്ന് തീ കത്തുണ്ടല്ലോ. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ഫയർ എക്സ്റ്റിങ്വിഷർ പോലും ഇല്ല. ഇനിയിപ്പോൾ ഞാൻ ആരോടെ സഹായം ചോദിക്കുക? വണ്ടി ഇപ്പോൾ പൊട്ടിത്തെറിക്കും. എൻ്റെ ടയറൊക്കെ പൊട്ടി. ആ ശരി, എന്നാ വണ്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനിയിപ്പോൾ എന്തൊരു ചെയ്യുക? ഇവിടെ നിൽക്കണത് ഒട്ടും ശരിയല്ല. നമുക്ക് എത്രയും പെട്ടെന്ന് സ്ഥലം വിടാം. ഒരു മിനിറ്റ്, മൈക്കിള് എന്നെ വിളിക്കണ്ടല്ലോ. ഇനി അവൻ അറിഞ്ഞിട്ടുണ്ടാവൂ. ഹലോ ഫ്രാങ്ക്ലിനെ, നീ ഇപ്പൊ എവിടെയാ? ഞാൻ ദേ ഇവിടെ ലോസ് ആൻഡോസ് എയർപോർട്ടിൻ്റെ അവിടെ ഉണ്ട്. ഞാൻ ദേ വരുന്നു, ഒരു 10 മിനിറ്റ്. ആടാ പതുക്കെ വന്നാ മതി, ഒരു ധൃതിയില്ല. ആടാ മൈക്കിളെ, ദേ വരുന്നു. ഓ, മൈക്കിളൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ വേറെ ഒരു വണ്ടി സംഘടിപ്പിക്കണല്ലോ. ഒരു മിനിറ്റ്, എനിക്കൊരു ഐഡിയ ഉണ്ട്. ഞാൻ ഷിൻചാനൊന്ന് വിളിക്കട്ടെ. ഹലോ ഫ്രാങ്ക്ലിൻ, എവിടെയാ? എത്ര നേരമായി പോയിട്ട്? എപ്പോഴാണ് നമ്മളെയും കൂടി കൊണ്ടുപോവാ? ആടാ നിങ്ങളും കൂടി കൊണ്ടുപോവാം, വരട്ടെ. അല്ല ഷിൻചാനെ, മറ്റേ മാജിക്കൽ പെയിന്റിംഗ് ബോർഡില്ലേ, അതെവിടെയാ? അതാ മറ്റേ അടിയിലത്തെ റൂമിൽ വെച്ചിട്ടുണ്ട്. എന്താ പറ്റിയേ? എവിടെങ്കിലും കൊണ്ടായിട്ട് ചാമ്പിയാ? ആ ചെറുതായിട്ട്. പിന്നെ മൈക്കിളൊന്നും അറിയാൻ പാടില്ല കേട്ടാ. ഞാൻ ഇപ്പം തന്നെ സുപ്രയും കൊണ്ടുവരാം. ഓക്കെ, ഇവിടെ ഷിൻചാനും കാര്യം പിടികിട്ടിയിട്ടുണ്ട്, ഞാൻ വണ്ടി കൊണ്ട് ഇടിച്ച കാര്യം. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ വീട്ടിലേക്ക് പോവാം. വീട്ടിൽ എൻ്റെ കയ്യിൽ ഒരു മാജിക്കൽ പെയിൻറ്റിങ് ബോർഡ് ഉണ്ട്. അതിൽ ഞാൻ എന്ത് ഐറ്റം വരച്ചാലും അത് റിയൽ ലൈഫിലേക്ക് വരും. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ആ മാജിക്കൽ പെയിൻറ്റിങ് ബോർഡിൽ സൂപ്രനെ വരയ്ക്കാം. സൂപ്ര ഇങ്ങനെ വരയ്ക്കാമെന്ന് എനിക്കറിയില്ല. ആ അത് കുഴപ്പമില്ല, ഗൂഗിളിൽ പൗൾ വക്കറിൻ്റെ സൂപ്പർ എന്ന് അടിച്ചാൽ മതി, ഇഷ്ടം പോലെ ഫോട്ടോസ് വരും. അതിൽ നിന്ന് നോക്കിയിട്ട് ഒരെണ്ണം വരയ്ക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഞാൻ വീട്ടിലേക്ക് എത്തിയേക്കാണ്. ആ മാജിക്കൽ പെയിൻറ്റിങ് ബോർഡ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചു. ഇനി നമുക്ക് ആ കാറങ്ങ് വരച്ച് തുടങ്ങാം. ആ ലിവർ ഇല്ലേ ആ വണ്ടിയുടെ, അത് വരയ്ക്കാനായിട്ട് ഇച്ചിരി പാടാ. ആദ്യം നമുക്ക് വണ്ടിയുടെ ബോഡി വരയ്ക്കാം. ബോഡി വരയ്ക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല. ഈശ്വര, ശരിയായാൽ മതിയായിരുന്നു. ശരിയായില്ലെങ്കിൽ പണിപ്പാളും. ഈ മാജിക്കൽ ബോർഡാണ് എൻ്റെ ആകെയുള്ള ഒരു പ്രതീക്ഷ. ഓക്കെ, സുപ്രയുടെ ബോഡി ഏകദേശം ഇതേപോലെയും തോന്നുന്നുണ്ട്. ബാക്കിൽ സ്പോയിലറൊക്കെ വരുന്നുണ്ട്. സ്പോയിലറും കൂടി നമുക്ക് വരയ്ക്കാം. എനിക്ക് പിന്നെ വലിയ കാര്യമായിട്ട് പടം വരയ്ക്കാനൊന്നും അറിയില്ല. ഞാൻ അത്ര പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ഒന്നുമല്ല. ഇതിൽ പിന്നെ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി വരച്ചാൽ മതി. ഇവർ അത് റെക്കഗ്നൈസ് ചെയ്യും, എന്നിട്ട് അത് റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരും. നമുക്ക് എങ്ങനെയെങ്കിലും ഇത് തട്ടിക്കൂട്ടി വരച്ചാൽ മതി. ഓക്കെ, വണ്ടിയുടെ ബോഡി എങ്ങനെ റെഡി ചെയ്യുന്നുണ്ട്? ഒരു ഹെഡ്ലൈറ്റ് വരച്ചു കൊടുക്കാം. ഓക്കെ, ഹെഡ്ലൈറ്റ് എങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ ഡോർസും വിൻഡോസും വരച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ക്വാർട്ടർ ഗ്ലാസ് ഇല്ലേ, അതും വരച്ചിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ടയറും പിന്നെ സ്പോയിലറും അതും കൂടി സെറ്റാക്കിയിട്ടുണ്ട്. വണ്ടിയുടെ പകുതി പണി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ലിവറി കൊടുക്കുക. ലിവറിയാണ് കുറച്ച് പാട് വരയ്ക്കാനായിട്ട്. ആദ്യം നമുക്ക് വണ്ടിക്ക് ഓറഞ്ച് കളർ കൊടുക്കാം. ഓ, ഇത് മഞ്ഞാണല്ലോ. ഓക്കെ, ഈ കളർ മതി. ജനലയ്ക്ക് പിന്നെ ഗ്രേ കളർ കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ ടിൻറ്റഡ് ഗ്ലാസ് ഒന്നുമല്ല. ഇതിൻ്റെ ഡിസൈനാണ് ഇനി വരയ്ക്കാൻ പാട്. നമുക്കത് എങ്ങനെയെങ്കിലും വരച്ച് നോക്കാം. ഓക്കെ, ലിവറും കൂടിയും ഞാനങ്ങനെ വരച്ചേക്കാണ്. ആ ഗ്രേ കളർ പാർട്ടില്ലേ, അത് വരച്ചത് അത്രയ്ക്ക് ശരിയായില്ല. എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ വരച്ചാൽ മതി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം,
ഈ വണ്ടി റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരാം. 3, 2, 1, ലെറ്റ്സ് ഗോ. ഏയ് ഇതെന്തത്? എററാ. അൺഎബിൾ ടു റെക്കഗ്നൈസ് ദ ഡ്രോയിങ്, പ്ലീസ് ട്രൈ അഗൈൻ. എടാ ചതിക്കല്ലേ? ഒരു മിനിറ്റ്, നമുക്ക് ഒന്നും കൂടി നോക്കി നോക്കാം. 3, 2, 1, ലെറ്റ്സ് ഗോ. ഓക്കെ, എന്തായി വണ്ടി വന്നാ? യെസ്, നമ്മുടെ സൂപ്പർ എങ്ങനെ വന്നേക്കാണ് കേട്ടാ. സ്പോയിലർ ഇത് തന്നെയല്ലേ? ആ ഇത് തന്നെയാ തോന്നുന്നുണ്ട്. ബാക്കിയെല്ലാം കറക്റ്റാ. നേരത്തെ പിന്നെ എന്താണാവോ വെറുതെ എററും കാണിച്ച് മനുഷ്യനെ പേടിപ്പിച്ചു. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വണ്ടിയും കൊണ്ട് നേരെ മൈക്കിളിന്റെ വീട്ടിലേക്ക് പോവാം. അതായിരിക്കും നല്ലത്. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ മൈക്കിളിന്റെ വീട്ടിലേക്ക് എത്തിയേക്കാണ്. മൈക്കിളെ സെറ്റ് വണ്ടി ഏട്ടാ, ഒരു രക്ഷയുമില്ല. എടാ ഷിൻചാനെ പിൻചാനെ വാടാ നമുക്ക് പോവാം. ഫ്രാങ്ക്ലിൻ അണ്ണാ